നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ RJ ലക്ഷ്മിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 3 AM ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച്. എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളായിട്ടുള്ളവരിൽ ഈ രാവിലെ വെളുപ്പിന് 3 മണിക്കുള്ള ഒരു രക്തപരിശോധന നടത്തുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതിന്റെ ആവശ്യകത എന്താണ്, ആ ടൈമിൽ രക്തപരിശോധന നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ രക്തപരിശോധന നടത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു 3 മണിക്കുള്ള രക്തപരിശോധനയെ നടത്തുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന ലെവലിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ അമിതമായിട്ടുള്ള ഷുഗർ ലെവൽ കൂടുന്നതിന്റെ കാരണത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന 3 മണി എന്ന് പറയുന്ന സമയം. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഈ രക്തപരിശോധന നടത്താൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് പറയുന്നത്. പലരും ഈ പ്രമേഹം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇൻസുലിൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഗുളിക കഴിക്കുന്നവരും ഉണ്ട്. അപ്പൊ ചിലരൊക്കെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ ഇൻസുലിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡോസേജ് വ്യത്യാസം വന്നിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം രാവിലെ ഈ ഒരു 3 മണി സമയത്ത് രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവല് പെട്ടെന്നങ്ങ് താണുപോകും. ഈ ഒരു അവസ്ഥയെ പറയുന്നത് സെമോഗി എഫക്റ്റ് എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം പലപ്പോഴും ഈ ഒരു വ്യക്തി അറിയാറില്ല. ഇത് ഈ ഒരു അവസ്ഥ സംജാതമാവുമ്പോൾ നമ്മൾ മിക്കവാറും ഉറക്കത്തിലായിരിക്കും. അപ്പോ ഈ ഒരു ഇതിനെ തരണം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ശരീരം തന്നെ ഒട്ടനവധി ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണത്താല് 3 മണിക്ക് ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ന്നതിന് ശേഷം പിന്നീട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതായിരിക്കും. അത് നമ്മുടെ മോർണിംഗിലെ ഫാസ്റ്റിംഗിൽ എടുക്കുന്ന ബ്ലഡ് ഷുഗർ ലെവല് കൂടി നിൽക്കാൻ കാരണമാകും. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 മണിക്ക് രക്തപരിശോധന നടത്തുന്നത്. ഇത് കണ്ടെത്തി കഴിഞ്ഞാല് ഇതിനെ പരിഹരിക്കുന്നതിനായിട്ട് രാത്രിയിലുള്ള ഇൻസുലിനിന്റെ അളവ് കുറയ്ക്കും. ഇൻസുലിൻ ലെവല് എടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസുലിൻ ലെവലിനെ കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 3 മണിക്ക് ബ്ലഡ് ഷുഗർ ലെവല് താഴത്തുമില്ല, അതിന് വേണ്ടിയിട്ടായിട്ട് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മോർണിംഗിലെ ബ്ലഡ് ഷുഗർ ലെവല് കൃത്യമായിട്ട് മാറുന്നതുമാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ നടക്കാറുണ്ട്. രാത്രിയിൽ എടുക്കുന്ന ഇൻസുലിന്റെ അളവ് കുറഞ്ഞതിന്റെ കാരണം കൊണ്ട് തന്നെ ഈ 3 മണി സമയത്ത് ബ്ലഡ് ഷുഗർ ലെവല് ക്രമാതീതമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് മോർണിംഗിലുള്ള ബ്ലഡ് ഷുഗർ ലെവലും കൂടുതലായി മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനെ ഡോൺ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് സാധാരണയായിട്ട് ചെയ്യുന്നത് ഇൻസുലിൻ എടുക്കുന്നവരിലാണ്. സാധാരണയായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ഈ ഒരു പരിശോധനയ്ക്ക് ഡോക്ടർമാര് നിർദ്ദേശിക്കാറുണ്ട്. ഇതിന്റെ ഫലമായിട്ട് രാത്രിയിൽ എടുക്കുന്ന ഇൻസുലിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സാധാരണ ഇത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളിലാണ് ഇത് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ മോർണിംഗിൽ 3 മണിക്കുള്ള ആ ബ്ലഡ് ഷുഗർ ലെവല് എടുത്തു നോക്കാറുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന സാധാരണ പ്രമേഹ രോഗികൾക്കും വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അത് നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അത് കാണിക്കാവുന്നതുമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.